ഹലോ. അപ്പം നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോയാലോ? ലുലു മാൾ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു അതിന് കിട്ടിയത്. എനിവേ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും നിമയും മോളത്ത് ഇത്ര കുറച്ച് ലോങ് ഡിസ്റ്റൻസ് എന്നാൽ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലാണെങ്കിൽ പോലും ഇത്രയും കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഒരു സ്ഥലത്തേക്ക് പോയി യാത്ര പോകുന്നതും അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാണ്. എനിവേ അതിൻ്റെ ആദ്യത്തെ ചുവടുവഴിയായിട്ട് ലുലു മാളാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. അത് ശരിക്കും യൂസ്ഫുള്ളായി. മോള് ശരിക്കും എൻജോയ് ചെയ്തു. ഭയങ്കര ഓടിക്കളിയും തമാശയും കളിയും ഒക്കെ ആയിരുന്നു. അവസാനം അവള് ക്ഷീണിച്ചു. എന്നിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റെസ്റ്റ് എടുക്കാവുന്ന രീതിയിൽ ഹോട്ടൽ റൂമിലേക്ക് പോയത്. ഓൺലൈൻ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. ലുലു മാളിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിലാണ് ബുക്ക് ചെയ്തത്. ലൈമർ ഹോട്ടൽസ് എന്നാണ് പേര്. ഓൺലൈൻ ട്രാൻസാക്ഷനിൽ കുറച്ച് പ്രശ്നം സംഭവിച്ചതുകൊണ്ട് റൂം കിട്ടാൻ കുറച്ച് ഇതിലായി. പക്ഷേ കിട്ടിയത് ഇപ്പം ഭയങ്കര സന്തോഷമായി. കാരണം അത്ര നല്ലൊരു വ്യൂ ഉള്ള ഒരു ബാൽക്കണി ഉള്ള റൂമാണ് കിട്ടിയത്. ഡയറക്റ്റ് ലുലു മാളിന്റെ ഓപ്പോസിറ്റ് ലുലു മാളിന്റെ വ്യൂ, മെട്രോ, ട്രെയിന് ഇതൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു ബാൽക്കണി ഉള്ള ഒരു 9th ഫ്ലോറിലെ റൂമാണ് കിട്ടിയത്. അത് ശരിക്കും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ മോളെയും കൂട്ടി ഡിന്നർ കഴിക്കാനുള്ള പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പൊ ഞങ്ങൾ റെഡിയാവാൻ പോവാണ്. സുന്ദരിയുടെ കൊഞ്ചിക്കലാണിത്. ഇനി ഞങ്ങൾ നേരെ പോയത് ഒരു ഷവർമ കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്കാണ്. നിമയാണ് സജസ്റ്റ് ചെയ്തു. അൽ താസ. നല്ല ഷവർമയായിരുന്നു. നിമ ശരിക്കും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ റൂമിൽ പോയി സുന്ദരീനെ ഇനി ഉറക്കാനുള്ള സെറ്റപ്പിലാണ്. അവളെ പല്ലൊക്കെ തേച്ച് ഒരുക്കി ഇനി ഉറക്കിപ്പിക്കണം. അതൊരു വലിയൊരു ചടങ്ങാണ്. സോ ആ ചടങ്ങിലേക്ക് പോവാണ്. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ബാക്കി ഇനി നാളെ ഞങ്ങൾ കസിൻസിൻ്റെ കൂടെയുള്ള എൻജോയ്മെൻ്റ് ആണ്. അത് വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം. കുളിയൊക്കെ സെറ്റായപ്പം കുറച്ച് നേരം അവൾക്കൊന്ന് തണുപ്പിക്കാനായിട്ട് മൊബൈലൊക്കെ കൊടുത്തു. ഇനി ഉറക്കാൻ നോക്കണം. ഉറങ്ങാൻ നോക്കുമ്പോഴാണ് അവളെ കളി തുടങ്ങാം. അയ്യോ അയ്യോ സുന്ദരി കച്ച് കത്തിമാൻ സുന്ദരി കച്ച് സന്തോഷായിരിക്കും. സന്തോഷായിരിക്കും. സന്തോഷായിരിക്കും അച്ഛൻ. സന്തോഷായിരിക്കും പോലെ പാട്ട് പാട്. ശക്തിമാൻ നമുക്ക് അച്ഛനെ കളിയാക്കാം. അച്ഛന് സുന്ദരി